ഇന്നോ നാളെയായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവും കൂടാതെ സ്ഥാനാർത്ഥി രംഗത്ത് വരും. ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. LDF സർക്കാരിന്റെ 9 വർഷത്തെ ഭരണ പരാജയത്തിനുള്ള ആദ്യത്തെ അടി വരാൻ പോകുന്ന നിലമ്പൂരിൽ നിന്നാണ്. ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് വിജയത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് 1% പോലും സംശയമില്ല. PV അൻവർ അടക്കം ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെയാണുള്ളത്. അപ്പോൾ PV അൻവറിനെ അടക്കം പരിഗണിച്ചുകൊണ്ട് ഉള്ളൊരു സ്ഥാനാർത്ഥിയാകില്ലേ കോൺഗ്രസും പ്രഖ്യാപിക്കുക? അതന്നെ, PV അൻവർ കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കും എന്ന് അൻവർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അൻവറിനെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങുക. ആര്യടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും ഒക്കെ പേരുകളാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. മറിച്ചൊരു പേര് അല്ലെങ്കിൽ മറിച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ എല്ലാ സംശയങ്ങളും തീരും. സ്ഥാനാർത്ഥി രംഗത്ത് വരും. തീർച്ചയായും ഈ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരു പരാജയ ഭീതി അതുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ വിജയത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് 101% വിജയപ്രതീക്ഷയുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. നിലമ്പൂരിൽ ജനങ്ങളുടെ സഹായത്തോടുകൂടെ UDF ജയിച്ചിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.